ദാമ്പത്യ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, ഭർത്താവിന്റെ ഉപദ്രവം മാറിക്കിട്ടാൻ, ഭർത്താവിന്റെ സ്നേഹം ലഭിക്കാൻ, ഭാര്യയുടെ സ്നേഹക്കുറവ് കൊണ്ട് പ്രയാസപ്പെടുന്ന ഭർത്താക്കന്മാർ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കാനൊക്കെ ദാമ്പത്യ ജീവിതത്തിന്റെ സുന്ദരമായ സന്തോഷകരമായ മുന്നോട്ടുള്ള ഗമനത്തിന് ഏറ്റവും അനുയോജ്യമായ അത്ഭുതകരമായ ഇസ്മ ചൊല്ലിത്തീരുമ്പോഴേക്കും നമുക്ക് ഫലം കിട്ടുന്ന ആയിരങ്ങൾ അനുഭവം പറഞ്ഞ അത്ഭുതകരമായ ഇസ്മാണ് ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുഴുവനും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു ഖൈർ നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ ദാമ്പത്യ ജീവിതം അല്ലാഹു സന്തോഷമാക്കട്ടെ, സമാധാനമാക്കട്ടെ, ബറക്കത്ത് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ദാമ്പത്യ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. 4 വിഷയങ്ങൾ ഒരു മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിന്റെ വിജയമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒന്ന് അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അൽ മർഅതു സ്വാലിഹ, സ്വാലിഹായ ഒരു ഭാര്യ, നല്ല പതിവ്രതയായ സ്വാലിഹത്തായ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ്. സ്ത്രീകളാകുമ്പോൾ സ്വാലിഹായ ഭർത്താവ്, പുരുഷന്മാരാകുമ്പോൾ സ്വാലിഹത്തായ ഒരു ഭാര്യ ഒരു മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിന്റെ വലിയ അനുഗ്രഹമാണ്, വലിയ നേട്ടമാണ്. ഭാര്യ നന്നായാൽ അല്ലെങ്കിൽ ഭർത്താവ് നന്നായാൽ അവരുടെ ലൈഫ് സെറ്റായി. എന്നാൽ ഭാര്യ മോശമായാൽ, ഭർത്താവ് മോശമായാൽ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ജീവിതത്തിൽ സമാധാനമുണ്ടാകില്ല. സമാധാന കേന്ദ്രങ്ങൾ അസ്വസ്ഥതയുടെ കുടീരങ്ങളായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങളും സഹോദരിമാരും നമുക്ക് കാണാൻ കഴിയും. പലരും മെസ്സേജ് അയക്കാറുണ്ട്, കമന്റ് ഇടാറുണ്ട്, വാട്സപ്പിലൂടെയും മറ്റും വിളിക്കാറുണ്ട്, പറയാറുണ്ട്, ചോദിക്കാറുണ്ട് ആത്മീയ പരിഹാര മാർഗങ്ങൾ. എന്നാൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള, ഏറ്റവും പ്രയാസകരമായിട്ടുള്ളൊരു വിഷയം ഭർത്താക്കന്മാരുടെ ഉപദ്രവമാണ്. സ്ത്രീകൾ പാവങ്ങളാണ്, ആരോഗ്യം കുറഞ്ഞവരാണ്, നിഷ്കളങ്കരാണ്. 90% സ്ത്രീകളും ഭർത്താക്കന്മാരെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഈ പെണ്ണുങ്ങളെ ഉപദ്രവിക്കാൻ എളുപ്പമാണ്. ഭർത്താക്കന്മാർ തന്റെ ആണത്തം കാണിക്കേണ്ടത് സ്ത്രീയെ ഉപദ്രവിച്ചുകൊണ്ടല്ല. ഒരു സ്ത്രീ വേലി ചാടിക്കഴിഞ്ഞാൽ, ഒരു സ്ത്രീ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഒളിച്ചോടിയ സംഭവങ്ങളൊക്കെ വേദനയോടെ പങ്കുവെക്കാറുണ്ട്, പറയാറുണ്ട്. നമ്മൾ അതിൽ നിന്നൊക്കെ പാഠം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അത് പെട്ടെന്ന് വൈറലാകാറുണ്ട്. എന്നാൽ ഒളിച്ചോടുന്ന 90% സ്ത്രീകളുടെ പിന്നിലും, അവരുടെ ജീവിതത്തിന്റെ പിന്നിലും ഭർത്താവിന്റെ പ്രയാസപ്പെടുത്തലുകൾ ഉണ്ടാകും, ഭർത്താവിന്റെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും, ഭർത്താവിന്റെ കെയറിങ് കുറവ് ഉണ്ടാകും, ഭർത്താവിന്റെ സ്നേഹക്കുറവുണ്ടാകും. ഇങ്ങനെ പല പ്രയാസങ്ങളും അനുഭവിച്ചതിന്റെ ശേഷമായിരിക്കും ഒരു പെണ്ണ് സമാധാനത്തിന് വേണ്ടി ഒളിച്ചോടാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അപ്പൊ പലപ്പോഴും സ്ത്രീകൾ ഒളിച്ചോടി കഴിഞ്ഞാൽ അത് വൈറലാകും. എന്നാൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഭർത്താവിന്റെ ഭാഗത്തു നിന്നുള്ള ഉപദ്രവങ്ങൾ, ആ ഉപദ്രവങ്ങൾ ആരും അറിയാറുമില്ല, ആരും ചർച്ച ചെയ്യാറുമില്ല. അത് സ്വയം സഹിച്ചുകൊണ്ട് ഒളിച്ചോടാനും മാർഗമില്ല, വേറെ കല്യാണം കഴിക്കാനും മാർഗമില്ല, ഡിവോഴ്സ് ചെയ്യാനും മാർഗമില്ല, തിരിച്ചു വീട്ടിലേക്ക് ചെല്ലാനും മാർഗമില്ല. ഒന്നും ചെയ്യാതെ കടിച്ചമർത്തിക്കൊണ്ട് അല്ലാഹുവെ ആക്രമിക്കപ്പെടുന്ന ധാരാളം ഭാര്യമാരുണ്ട്. ആ ഭാര്യമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇസ്മാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്, നമ്മളിവിടെ പഠിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കണം. ഭാര്യമാരെ ഉപദ്രവിക്കുന്ന, ശാരീരികമാകട്ടെ മാനസികമാകട്ടെ ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കണം. കല്യാണത്തിന്റെ ആ ദിവസമുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ടവളെ നിനക്ക് സമ്മാനിച്ച, നിനക്ക് ഇണയായി ലഭിച്ച അള്ളാഹു നൽകിയ ആ സുന്ദരമായ ദിവസം, ആ ദിവസത്തിൽ ആ പെണ്ണിന്റെ ബാപ്പ നിന്റെ കൈ പിടിച്ചുകൊണ്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഉസവ്വിജുക അലാമ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. എന്റെ പൊന്നുമോളെ,
നല്ല നിലക്ക് നോക്കണേ, പറ്റില്ല എങ്കിൽ നല്ല നിലക്ക് തന്നെ എന്നെ ഏൽപ്പിക്കണേ, തിരിച്ചേൽപ്പിക്കണേ എന്നൊരു കരാറിന്റെ പുറത്താണ് അവളെ നീ ഭാര്യയായി തെരഞ്ഞെടുത്തത് എന്ന് നീ മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് കല്യാണം കഴിച്ചൊരു ഭാര്യയെ അവളെ നിന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ, കുറച്ച് പഴകിയപ്പോൾ, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവളോടുള്ള ഇഷ്ടക്കുറവ്, അവളോടുള്ള സ്നേഹക്കുറവും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അവളോടുള്ള ദേഷ്യവും അവളോടുള്ള വൈരാഗ്യവും നിന്റെ മനസ്സിനകത്ത് വർദ്ധിക്കുകയും അവളെ നീ ഉപദ്രവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നീ എത്ര സുജൂദ് ചെയ്തിട്ടും കാര്യമില്ല, അള്ളാഹുവിന്റെ കോടതിയിൽ നിന്നെ പിടികൂടുക തന്നെ ചെയ്യും. മറുപടി പറയാതെ പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഈ നശ്വരമായ ജീവിതത്തിൽ ക്ഷമയാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ക്ഷമക്ക് അള്ളാഹു നൽകുന്നത് പ്രതിഫലമാണല്ലോ. അതുകൊണ്ട് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ ചേർത്ത് പിടിക്കുക, അവളെ സ്നേഹിക്കുക. അവളെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഏതെങ്കിലും ഭർത്താക്കന്മാരിൽ ഉണ്ടെങ്കിൽ വിട്ടുനിൽക്കണമെന്ന് പറയാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഭർത്താക്കന്മാർ പല രൂപത്തിലാണ് ഉപദ്രവിക്കുക. ശാരീരികമായ ഉപദ്രവങ്ങളുണ്ട്, അതുപോലെ മാനസികമായ ഉപദ്രവങ്ങളുണ്ട്, അവഗണന, പുച്ഛം, കുറ്റപ്പെടുത്തൽ. ഭർത്താക്കന്മാർ മറ്റുള്ള സ്ത്രീകളുമായി ബന്ധം നിലനിർത്തിക്കൊണ്ട് ഇവളെ മാനസികമായി വേദനിപ്പിക്കുക. ഇങ്ങനെയുള്ള ഏത് വേദനയാകട്ടെ, ശാരീരികമാകട്ടെ മാനസികമാകട്ടെ, ഭർത്താവിൻ്റെ സ്നേഹക്കുറവാകട്ടെ, ഭർത്താവിൻ്റെ ഉപദ്രവമാകട്ടെ, ഭർത്താവിൻ്റെ അവിഹിതമാകട്ടെ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഭാര്യമാർ ഭർത്താക്കന്മാരിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അത്ഭുതകരമായൊരു ഇസ്മ നമ്മൾ പഠിക്കുകയാണ്. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഉച്ചരിക്കാറ്. നമ്മുടെ ഉലമാക്കൾ അങ്ങനെയാണ് നിർദ്ദേശിച്ചത്. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി, ഭർത്താവിൻ്റെ ഉപദ്രവം മാറിക്കിട്ടാൻ വേണ്ടി, ശാരീരികമായ ഉപദ്രവവും മാനസികമായ ഉപദ്രവവും നീങ്ങിക്കിട്ടാൻ വേണ്ടി ഒരു ഭാര്യ ചൊല്ലേണ്ടുന്ന ഇസ്മ. അതേപോലെ തന്നെ ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ആ ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാരുടെ സ്നേഹക്കുറവ് മൂലം പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, അങ്ങനെയുമുണ്ട്, എത്രയോ ഉണ്ട്. പലരും നമ്മെ വിളിക്കാറുണ്ട്, പലരും ആത്മീയ പരിഹാര മാർഗങ്ങൾ ചോദിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള ഭർത്താക്കന്മാർക്കും ചൊല്ലാം. ഭർത്താവിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭാര്യമാർക്കും ചൊല്ലാൻ കഴിയുന്ന അത്ഭുതകരമായൊരു ഇസ്മ 16,641 തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഈ ഒരു എണ്ണത്തിന് വലിയ മഹത്വമുണ്ട്, വലിയൊരു പ്രത്യേകതയുണ്ട്. പല ആളുകളും കുറച്ച് ദിവസം മുമ്പ് ഒരു മുജാഹിദിന്റെ ഒരു വീഡിയോ കണ്ടു. 16,641 യാ ലത്തീഫ്, എന്തിനാണ് നിങ്ങൾ ചൊല്ലുന്നത്, എവിടെ നിന്ന് കിട്ടി ഈ എണ്ണം എന്നൊക്കെ പറഞ്ഞ് കയർക്കുന്ന, അട്ടഹസിക്കുന്ന, കളിയാക്കുന്ന, പരിഹസിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടാകും, ബിദ്അത്തിന്റെ ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ അഹങ്കാരത്തോടെ, അവർ അഹംഭാവത്തോടെ പറയുന്നതാണ്. അവർ നമ്മൾ തള്ളിക്കളയേണ്ടവരാണ്. നമ്മുടെ ഉലമാക്കൾ, പൂർവികരായ മുൻഗാമികൾ, മഹത്തുക്കൾ ഒരു അതത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരൊന്ന് വിരലനക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നൂറുകണക്കിന് ഇല്ലത്തുകളും ഹിക്കുമത്തുകളും ഒരുപാട് രഹസ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ഈമാനോടെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. 16,641 പ്രാവശ്യം യാ ലത്തീഫ് യാ അല്ലാഹ് എന്നുള്ള ഇസ്മ, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ് എന്നുള്ള ഇസ്മ 16,641 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ഉപദ്രവം മാറിക്കിട്ടും, ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കും, ഭാര്യയുടെ പിണക്കം മാറിക്കിട്ടും, ഭാര്യ അവളുടെ പിണക്കം മാറി നിന്നെ സ്നേഹിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. ഇങ്ങനെയുള്ള ദാമ്പത്യ ജീവിതത്തിൻ്റെ സുന്ദരമായ മുന്നോട്ടുള്ള ഗമനത്തിന് നമ്മയേറെ സഹായിക്കുന്ന അത്ഭുതകരമായ ഇസ്മാണ്. ഭർത്താവിൻ്റെ ഉപദ്രവം കൊണ്ട് പ്രയാസപ്പെടുന്ന സ്ത്രീകൾ പല മെസ്സേജുകൾ കണ്ടപ്പോൾ, പല സഹോദരിമാരുടെയും സങ്കടങ്ങൾ കണ്ടപ്പോൾ ഈ ഒരു ഇസ്മിനെ നമ്മൾ ഒരിക്കൽ കൂടി പരിചയപ്പെട്ടു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉപയോഗിക്കാനും റിസൾട്ട് നേടിയെടുക്കാനും ഫലം കാണാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഈമാനോടെ ചെയ്യുക. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.